ഗൈസ് നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മൾ പോകുന്നത് ഫ്ലവർ പോട്ട് ഐലൻഡ്. എങ്ങനെയുണ്ട് ഫ്ലവർ പോട്ട് ഐലൻഡ്? ഓ നല്ല ഹാറ്റ് ആണല്ലോ. ഓ താങ്ക് യു. ഇത് എനിക്ക് ഇങ്ങനെ ആമസോണിൽ നിന്ന് മേടിച്ചതാ. ചെറിയ നല്ല തണുപ്പുണ്ടല്ലേ? നല്ല ആക്ച്വലി തണുപ്പെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സുഖമുള്ള തണുപ്പ്. അറിയില്ല നമ്മളെ ജാക്കറ്റ് ഇല്ല. ആക്ച്വലി ഇവിടെ എല്ലാവരും ജാക്കറ്റ് പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. പക്ഷെ നമ്മള് ഒന്നും ഇട്ടിട്ടില്ല. അത്ര വലിയ കോസ്റ്റ്യൂം നല്ലതായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? താങ്ക് യു. ഓക്കെ അതെന്തുവാ? ക്രോസന്റ്. ഓക്കെ അതിനുള്ള മോട്ടയുണ്ട്. Lights flicker, shadows stretch narrow. Hands move distorted in the blurred pain. Echoes of silence driving me insane. Buzz of machines screaming the truth. Colors bleed out in slow motion loops. Chasing the sparks in a world gone gray. Wires tangle, whispers of disarray. Broken glass falling like teardrops. A forgotten map where time stops. ലാസ്റ്റ് നമ്മളിവിടെ ഒരു ഐലൻഡിൽ നമ്മൾ നിർത്തിയപ്പോൾ ദിസ് ഇസ് കോൾഡ് ഫ്ലവർ പോട്ട് ഐലൻഡ്. ആക്ച്വലി ഇവിടെ എന്തൊക്കെ കുറെ കാണാനുണ്ട്. നമ്മൾ ആക്ച്വലി ഒരു 3 hours ഇവിടെ സ്പെൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷിപ്പ് വന്നാൽ ക്രൂയിസ് വന്നിട്ട് നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ഫ്ലവർ പോട്ട് ഐലൻഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോവാ. നോക്കാം എങ്ങോട്ടാ പോകുന്നത്. മാപ്പിലുണ്ട്. ഓക്കെ നമ്മളിവിടെ നമ്മളിതെങ്ങനെ അറിയാം? Sol y arena, oh so bright, baila conmigo toda la night. El ritmo suena, can you? നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കാനഡയിലെ ആദിമ മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഗുഹയിലേക്കാണ്. അവിടെ അവരുടെ അസ്ഥികൂടങ്ങൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. നമുക്കത് കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. എന്തോ വലിയ തമിഴ്നാട്ടിലുള്ള ഗുണാക്കേതിനേക്കാളും ഞാൻ എനിക്ക് ലാസ്റ്റ് പോയത് അന്ന് അവിടെയാണ്. എനിക്കൊരു കേവിന്റെ അടിഭാഗം ഏകദേശം ഒരു 800 to 900 മീറ്റർ ഹൈറ്റിലാണ് കേവ് നിൽക്കുന്നത്. അതിനുള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കടലിന്റെ തിരമാലകളുടെ ശബ്ദം വരെ കേൾക്കാമെന്നാണ് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ പേര് ഇതിവിടെ ഇവര് നെയിംസ് ഒക്കെ കൊത്തി വെക്കുന്നതാണ്. അനിമൽ ബോയ്സിലെ ആൾക്കാർ വന്നിട്ട് എഴുതി വെച്ചേക്കുന്ന പോലെയാണ് ഇവിടെ കുത്തി വെച്ചേക്കുന്നത്. കാനഡയിലെ ആദിമ മനുഷ്യർ ജീവിച്ചിരുന്ന ഇതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ നമുക്ക് അനുവാദമില്ല. കാറ്റാടി തണൽ 2025. Kesiamol, Kavya, Jiten, Jihad and Vibu Dom. ഇതാണ് ഫ്ലവർ പോട്ട് ഐലൻഡ്. കാണിക്കാം. ഇവിടെ തന്നെയാണ് നമ്മൾ ഇത്രയും നടന്നത്. ഇത്രയും ആക്ച്വലി ഇതിന്റെ കഥ എന്ന് പറഞ്ഞാൽ വെള്ളം കുറെ മേലുണ്ടായിരുന്നു. പിന്നെ വർഷങ്ങളോളം വരെ അതിന്റെ താഴ്ച കുറഞ്ഞു വന്ന് ഇപ്പം ഇത്രയായി. എപ്പോൾ പൊട്ടുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതാണ് മെയിൻ സാധനം. ഇത് വെച്ചിട്ടാണ് ഐലൻഡ് എന്നൊക്കെ പേര്.
അപ്പൊ നമ്മള് ലൈൻ സൈഡ് എത്താറായി. നമ്മള് നടന്ന് പോയിട്ടുണ്ട്. ആക്ച്വലി സമയം ഇഷ്ടം പോലെ ഉണ്ട്. 3 മണിക്കാണ് ക്രൂസ് അപ്പുറത്ത് വരുന്നത്. സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എന്തായാലും ഞങ്ങളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി മോശം തരാം. നമുക്ക് നമ്മളിപ്പോ നോക്ക് ലൈൻ സൈഡിലാട്ടോ. നമ്മളിപ്പോ ഒരു ഹൈക്കിങ്ങിന് വന്നേക്കാ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. യെസ്. ഞങ്ങൾ ആക്ച്വലി അടിപൊളി ട്രിപ്പാണ്. ലാസ്റ്റ് മഴയൊക്കെ ആയി സീന ഇരുട്ടത്തൂടെ ഞങ്ങൾ വന്ന് മഴയൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഓടി കയറുന്നു. എല്ലാരും കോലം നോക്ക് ഗൈസ്, എല്ലാരും നോക്ക്. ആക്ച്വലി ട്രക്കിങ്ങിന്റെ സമയത്തുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങള് ധൃതി വെച്ചാ പോയത്. ആക്ച്വലി ഞങ്ങൾ ലൈൻ സൈഡ് കാണുന്നു പറഞ്ഞു, പക്ഷെ കാണാൻ പറ്റിയില്ല. കാരണം അത്ര ദൂരമായിരുന്നു. ഇനി ഞങ്ങൾ അത് കണ്ടാൽ ഭയങ്കരമായിട്ട് ഇരുട്ടി. ഇപ്പൊ തന്നെ ഇരുട്ടി വരില്ല.